ഹായ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എജ്യൂമസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്യൂപ്പയിലുള്ള ഭാഗമാണ്. ക്ലാസ് 2 എ പീസ് ഓഫ് കേക്ക് എന്ന ചാപ്റ്ററിൻ്റെ പൂപ്പയിലുള്ള ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആക്ടിവിറ്റീസ് മാത്രമാണിത്. ആക്ടിവിറ്റി 1, സംബഡി ഈസ് ഹൈഡിങ് ഹിയർ, ജോയിൻ ദ ഡോട്ട്സ് ടു ഫൈൻഡ് ഔട്ട് ദ ഹൈഡിങ് ഫ്രണ്ട്, കളർ ദ പിക്ചർ. അപ്പോൾ പിക്ചർ കളർ ചെയ്യുക, ഡോട്ട്സ് ജോയിൻ ചെയ്യുക. ഒരു എലിഫൻ്റ് ആണ് ഇവിടെ ഹൈഡ് ചെയ്ത് നിൽക്കുന്നത്. നല്ല ഭംഗിയായിട്ട് കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളർ അടിക്കട്ടെ. Activity 2. Here, have you ever seen a herd of elephants marching? Here is a song for you. Sing it aloud. Add more lines to it. അപ്പോൾ ഒരു കൂട്ടം ആനകൾ, ഒരു ആനക്കൂട്ടം പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ നമുക്ക് ഇതിനകത്തൊരു സോങ് തന്നിട്ടുണ്ട്. ഈ സോങ്ങിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കണം. Storm, storm, storm around. Elephants marching on the ground. Step in line. ലെറ്റ്സ് ഡാൻസ് 1 2 3 ഹിയർ വി ഗോ. ഇതാണ് ആദ്യത്തെ 4 വരി. രണ്ടാമത്തെ 4 വരി, ഫ്ലാപ്പ് ഫ്ലാപ്പ് ഇയർ സോ വൈഡ്, എലിഫൻറ്റ് സ്വേയിങ് സൈഡ് ടു സൈഡ്, സ്റ്റെപ്പ് ഇൻ ലൈൻ, ലെറ്റ്സ് ഡാൻസ് 1 2 3 ഹിയർ വി ഗോ. അപ്പോൾ ആദ്യത്തിനകത്ത് നടക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. ആനകൾ ഉറച്ച കാൽവയ്പോടെ നടക്കുന്നു. അവർ ഗ്രൗണ്ടിൽ കൂടെ മാർച്ച് ചെയ്യുന്നു. അവർ ഒരു വരിയായിട്ടാണ് പോകുന്നത്. നമുക്ക് ഡാൻസ് കളിക്കാം. 1 2 3 ഹിയർ വി ഗോ. രണ്ടാമത്തേത് ഫ്ലാപ്പ് ദ ഹിയേഴ്സ്, ചെവി ആട്ടുന്നതിനാണ് രണ്ടാമത്തെ പാരഗ്രാഫിൽ സ്റ്റാൻസിൽ പറഞ്ഞിരിക്കുന്നത്. ഫ്ലാപ്പ് ഫ്ലാപ്പ് ഇയർ സോ വൈഡ്, ചെവികൾ നല്ല രീതിക്ക് ആട്ടുന്നുണ്ട്. എലിഫൻറ്റ് സ്വേയിങ് സൈഡ് ടു സൈഡ്, ആന രണ്ട് വശത്തേക്കും ആടുന്നുണ്ട്, തല ആട്ടുന്നുണ്ട്. അവർ ലൈനിലാണ് പോകുന്നത്. ഡാൻസ് കളിക്കാം. 1 2 3 ഹിയർ വി ഗോ. വേവ് വേവ് ട്രങ്ക് അപ്പ് ഹൈ, elephant walking on the ground, step in line, let's dance 1 2 3 here we go. അപ്പോൾ അടുത്തത് പറഞ്ഞിരിക്കുന്നത് തുമ്പിക്കൈ ആട്ടുന്നതിനെ പറ്റിയാണ്. തുമ്പിക്കൈ രണ്ട് സൈഡിലേക്കും ആട്ടുക, മുകളിലേക്ക് ഉയർത്തുക. എലിഫൻറ്റ്സ് വാക്കിംഗ് ഓൺ ദ ഗ്രൗണ്ട്, ഗ്രൗണ്ടിൽ എലിഫൻറ്റ് വാക്ക് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. സ്റ്റെപ്പ് ഇൻ ലൈൻ, ലൈനിൽ നിൽക്കുക. ലെറ്റ്സ് ഡാൻസ് 1 2 3 ഹിയർ വി ഗോ. ഇനി വാഗ് വാഗ് ടെയിൽസ് സോ ഫാസ്റ്റ്. അപ്പോൾ വാഗ് ചെയ്യാനാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. എലിഫൻറ്റ്സ് വാഗിങ് സൈഡ് ടു സൈഡ്, ആനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാലിങ്ങനെ ആട്ടാറുണ്ട്. സ്റ്റെപ്പ് ഇൻ ലൈൻ, ലെറ്റ്സ് ഡാൻസ്, സ്റ്റെപ്പ് ലൈനിൽ നടക്കുക, നമുക്ക് ഡാൻസ് കളിക്കാം. 1 2 3 ഹിയർ വി ഗോ. ആക്ടിവിറ്റി 3, എലിഫൻറ്റ് ഫാമിലിയാണ്. ബ്രൗൺ, ബേബി എലിഫൻറ്റ്, മദർ എലിഫൻറ്റ്. 4 പേരുടെ പേര് തന്നിട്ടുണ്ട്, 3 പേരുടെ പേര് തന്നിട്ടുണ്ട്. ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. ഇതിന് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മൾ ആൻസർ കണ്ടുപിടിക്കുക. ഹൗ മെനി മെമ്പേഴ്സ് ആർ ദെയർ ഇൻ ദ ഫാമിലി? എത്ര ആൾക്കാരാണ് ആ ഫാമിലിയിൽ ഉള്ളത്? ദെയർ ആർ 6 മെമ്പേഴ്സ് ഇൻ ദ ഫാമിലി. 6 അംഗങ്ങളാണ് ആ ഫാമിലിയിൽ ഉള്ളത്. ഹൗ മെനി ചിൽഡ്രൻ ഡു ദ പാരൻസ് ഹാവ്? പാരൻസിന്, ആ മാതാപിതാക്കൾക്ക് എത്ര കുട്ടികളുണ്ട്? 4 കുട്ടികളാണ് അവർക്കുള്ളത് അല്ലേ. 4 ആനക്കുട്ടികളുണ്ട്. അടുത്ത ചോദ്യം, റൈറ്റ് ദ നെയിംസ് ഓഫ് ദ ചിൽഡ്രൻ. കുട്ടികളുടെ പേര് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ബ്രൗൺ, ഡ്യൂക്ക്, ഡെല്ല, ബേബി എലിഫൻറ്റ്. വാട്ട് ഇസ് ദ ലിറ്റിൽ വൺ കോൾഡ്? ഏറ്റവും ചെറിയ ആനക്കുട്ടീനെ എന്താ പറയുക? ദ ലിറ്റിൽ വൺ ഈസ് കോൾഡ് ബേബി എലിഫൻറ്റ്. ഇനി 4th ആക്ടിവിറ്റി, ദ ഫാദർ എലിഫൻറ്റ് ഇൻട്രൊഡ്യൂസസ് ഹിംസെൽഫ് ആൻഡ് ഹിസ് ഫാമിലി. കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. ഇപ്പോൾ ഫാദർ എലിഫൻറ്റ് ഫാമിലീനെ പരിചയപ്പെടുത്തുകയാണ്, അദ്ദേഹത്തിൻ്റെ ആ കുടുംബം പരിചയപ്പെടുത്തുകയാണ്. ഹായ്, ഐ ആം ദ ഫാദർ എലിഫൻറ്റ്. ഹായ്, ഞാനാണ് അച്ഛൻ ആന. ദിസ് ഇസ് മൈ വൈഫ്, ദ മദർ എലിഫൻറ്റ്. ഇതാണ് എൻ്റെ ഭാര്യ, ഇതാണ് അമ്മ എലിഫൻറ്റ്, അമ്മ ആന. ദിസ് ഈസ് ഡെല്ല, ഷീ ഈസ് മൈ ഡോട്ടർ. ഇനി ഈ അടുത്തത് ആരെയാണ് പരിചയപ്പെടുത്തുന്നത്? ഡെല്ലിനെയാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് ഡെല്ലയാണ്, അത് ഡെല്ലയാണ്, ഡെല്ല എൻ്റെ മകളാണെന്ന് പറയും. ദിസ് ഇസ് ബ്രൗൺ. അടുത്തത് ആരാണ്? ബ്രൗൺ. ഹീ ഈസ് മൈ ഫസ്റ്റ് സൺ. ഇത് ബ്രൗൺ ആണ്, അവനാണ് എൻ്റെ ആദ്യത്തെ മകൻ. ദിസ് ഈസ് മൈ സെക്കൻഡ് സൺ, ഹിസ് നെയിം ഈസ് ലൂക്ക്. ഇതാണ് എൻ്റെ രണ്ടാമത്തെ മകൻ, അവൻ്റെ പേരെന്താണ്? ലൂക്ക് എന്നാണ്. ദിസ് ഈസ് ബേബി എലിഫൻറ്റ്, ഹീ ഈസ് മൈ തേർഡ് സൺ. ഇതാണ് ബേബി എലിഫൻറ്റ്, ഇവനാണ് എൻ്റെ 3ാമത്തെ മകൻ. അങ്ങനെ എല്ലാ ആൾക്കാരെയും പരിചയപ്പെടുത്തി. 4 പ്രോനൗണിൻ്റെ യൂസേജ് ആണ് നമുക്ക് ഇവിടെ വരുന്നത്. ഒരാളുടെ പേര് ഒരു തവണ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മളത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ പേര് പറയാറില്ല, അതിന് പകരം ഷീ അല്ലെങ്കിൽ ഹീ ആണ് ഉപയോഗിക്കുക. അപ്പോൾ അത് ആണ് നമ്മളിവിടെ ഈ ഒരു ആക്ടിവിറ്റി കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. പ്രൊനൗൺ എന്താണെന്നൊന്ന് പറഞ്ഞു കൊടുക്കാം.
Activity 5. The baby elephant is talking to his friends. Complete their conversation. ബേബി എലിഫൻറ്റിൻ്റെ കൂട്ടുകാരോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളോട് ആ കോൺവെർസേഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ബേബി എലിഫൻറ്റ് പറയാണ് ഐ ആം ബിഗ്. അപ്പോൾ മറ്റേ കൂട്ടുകാരൻ എലിഫൻറ്റ് പറയാണ് നോ യു ആർ നോട്ട്, യു ആർ സ്മോൾ. അപ്പോൾ ബിഗ് ആണെന്നാണ് ബേബി എലിഫൻറ്റ് പറയണത്. അപ്പോൾ മറ്റേ ആൾ പറയും ഇല്ല ഞാൻ സ്മോൾ, നീ സ്മോൾ ആണെന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മളൊരു ഓപ്പോസിറ്റ്സ് കണ്ടുപിടിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണിത്. ബിഗ് ഓപ്പോസിറ്റ് സ്മോൾ. നെക്സ്റ്റ് ഐ ആം ടോൾ, എനിക്ക് ഉയരമുണ്ടെന്ന് പറയും. അപ്പോൾ ജിറാഫ് പറയാണ് നോ യു ആർ നോട്ട്, യു ആർ ഷോർട്ട്. നിനക്ക് ഉയരമൊന്നുമില്ല, നീ ഷോർട്ടാണെന്ന് പറയും. അപ്പോൾ ആനക്കുട്ടി പറയാണ് ഐ ആം ലീൻ, ഞാൻ മെലിഞ്ഞിട്ടാണെന്ന് പറയും. അപ്പോൾ മുയൽ എന്താ പറയണത് നോ യു ആർ നോട്ട് ലീൻ, യു ആർ ഫാറ്റ്, നീ മെലിഞ്ഞിട്ടൊന്നുമല്ല, നീ തടിച്ചിട്ടാണെന്ന് പറയും. അപ്പോൾ അവിടെ നമുക്ക് ഓപ്പോസിറ്റ്സ് മനസ്സിലാക്കാൻ പറ്റും. ഓപ്പോസിറ്റ്സ് ഇനി കൂടുതൽ ഓപ്പോസിറ്റ്സ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഐ വാണ്ട് ആൻ ഐസ്ക്രീം, ദ ബേബി എലിഫൻറ്റ് സെഡ്. അടുത്ത ആക്ടിവിറ്റിയാണ് ആക്ടിവിറ്റി 6. ബേബി എലിഫൻറ്റിന് ഒരു ഐസ്ക്രീം വേണം. നോ ദ മദർ സെഡ്, അമ്മ പറയാണ് ഇല്ല പറ്റില്ല. നോ മോർ ഐസ്ക്രീംസ്, കേക്ക്സ് ആൻഡ് ബിസ്ക്കറ്റ്സ് ഫ്രം ടുഡേ ഓൺവേർഡ്സ്. ഐസ്ക്രീമും ഇല്ല, കേക്കും ഇല്ല, ബിസ്ക്കറ്റും ഇല്ല ഇന്ന് മുതൽ. ദ ലിറ്റിൽ എലിഫൻറ്റ് ഫെൽറ്റ് സാഡ്. വാട്ട് വുഡ് ബി ഹിസ് തോട്ട്സ്? അപ്പോൾ കുഞ്ഞാനക്ക് സങ്കടമായി. എന്തായിരിക്കും കുഞ്ഞാന ചിന്തിക്കുന്നത് ആ സമയത്ത്? അപ്പം ഞാൻ ഒരു 4 സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഏറ്റവും ആപ്റ്റായിട്ട് തോന്നുന്നത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഐ റിയലി വാണ്ടഡ് ആൻ ഐസ്ക്രീം. എനിക്ക് സത്യമായിട്ട് ഒരു ഐസ്ക്രീം വേണമായിരുന്നു. വൈ ഡിഡ് മദർ സേ സോ? എന്തുകൊണ്ടാണ് അമ്മ അങ്ങനെ പറഞ്ഞത്? മേ ബി ഇഫ് ഐ ആസ്ക് നൈസ്ലി അഗെയിൻ. ഇപ്പം ഞാൻ ഇനിയും ഒന്നുകൂടെ നല്ല രീതിയിൽ ചോദിച്ചാൽ ചിലപ്പോൾ തരുമായിരിക്കുമല്ലേ. ഐ വിൽ ബി എ ഗുഡ് ബേബി. ഞാൻ ഒരു നല്ല കുഞ്ഞായിരിക്കും. മേ ബി ഷീ വിൽ സേ യെസ്. ചിലപ്പോൾ അമ്മ പറയും യെസ് എന്ന്, വാങ്ങിച്ചോളാൻ പറയും. അപ്പോൾ ഇതൊക്കെയാണ് ആനക്കുട്ടി ചിന്തിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. The elephant kids like to eat many things. What does the mother say? Complete their conversation. അടുത്തത് ഒരു കോൺവെർസേഷൻ്റെ ആക്ടിവിറ്റിയാണ്. അമ്മയും ബേബിയും കൂടിയുള്ള ഒരു കോൺവെർസേഷനാണ്. ക്യാൻ ഐ ഈറ്റ് സം സ്വീറ്റ്സ്? ഞാൻ കുറച്ച് സ്വീറ്റ്സ് കഴിച്ചോട്ടെ. നോ യു കാൺട്ട്. ഇല്ല പറ്റില്ല എന്ന് പറയും അമ്മ. അപ്പോൾ ക്യാൻ ഐ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ ആൻസർ പറയേണ്ടത് എന്താണ്? യെസ് ആണെങ്കിൽ യെസ് യു ക്യാൻ എന്ന് പറയുക. നോ ആണെങ്കിൽ നോ യു കാൺട്ട്, CANT കാൺട്ട്. അപ്പോൾ ഈ ഒരു യൂസേജ് പഠിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കോൺവെർസേഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നോ യു കാൺട്ട് എന്നാണ് അമ്മ പറയുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരിക്കും ബേബി എലിഫൻറ്റ് ചോദിക്കുന്നത്? ക്യാൻ ഐ ഈറ്റ് സം സാലഡ്സ്? അപ്പോൾ അമ്മ എലിഫൻറ്റ് എന്താ പറയണത്? യെസ് യു ക്യാൻ. ശരി, നിനക്ക് ചെയ്യാം, നിനക്ക് കഴിക്കാം എന്നാണ് അമ്മ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇനിയും 2-3 ചോദ്യങ്ങൾ നമുക്ക് കുട്ടികളോട് ചോദിക്കാം. ബേബി എലിഫൻറ്റ് പറയണത് പോലെ ക്യാൻ ഐ ഈറ്റ് കുക്കമ്പർ? അപ്പോൾ കുക്കമ്പർ കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പോൾ അമ്മ എന്ത് പറയും? യെസ് യു ക്യാൻ, കുക്കമ്പർ ഹെൽത്തിയാണ്. അപ്പോൾ യെസ് യു ക്യാൻ എന്ന് പറയും അല്ലേ. ക്യാൻ ഐ ഈറ്റ് സം കോക്കനട്ട്? അപ്പോൾ കോക്കനട്ട് കഴിക്കാമോ എന്ന് ചോദിക്കുമ്പോഴും അമ്മ എന്താ പറയുക? യെസ് യു ക്യാൻ എന്ന് പറയും. ക്യാൻ ഐ ഈറ്റ് സം ഷുഗർ കെയിൻ? അപ്പോൾ അമ്മ എന്ത് പറയും? യെസ് യു ക്യാൻ എന്ന് പറയും. അപ്പോൾ യു ക്യാൻ എന്നുള്ള യൂസേജ് അവിടെ നമുക്ക് ഒരു 2-3 സെൻറ്റൻസും കൂടി കൊടുത്ത് പഠിക്കാൻ പറ്റും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ട് മേ ഐ ബൈ എ കേക്ക്? ഞാനൊരു കേക്ക് വാങ്ങിച്ചോട്ടെ? അപ്പോൾ ആൻസർ എന്തായിരിക്കും പറയണത്? നോ യു കാൺട്ട്, യു കനോട്ട് ബൈ. നോ യു മേ നോട്ടെന്നും നമുക്ക് വേണമെങ്കിൽ ഇവിടെ പറയാം, മേ ചോദിച്ചിരിക്കുന്നത് കൊണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ കുട്ടികൾക്ക് ഒരേ പാറ്റേൺ അല്ലേ പഠിപ്പിച്ച് വരിക. ഒരേ പാറ്റേൺ പഠിപ്പിച്ചതിൻ്റെ ഇടയിൽ കൊണ്ട് മേ വന്നു കഴിഞ്ഞാൽ അവർക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ നോ യു കനോട്ട് തന്നെ ആയിരിക്കും യൂസ് ചെയ്യണത് നല്ലത്. ഇനി വേറൊരു കോൺവെർസേഷൻ്റെ സമയത്ത് നമുക്ക് മേ യൂസ് ചെയ്തിട്ട് മേ ഐ കം ഇൻ എന്ന് ചോദിക്കുമ്പോൾ യു മേ നോട്ട് എന്ന് പറയാം. അങ്ങനെ ആ ഒരു രീതിയിൽ നമുക്ക് മേ ഐ ടേക്ക് ദിസ് പെൻസിൽ? നോ യു മേ നോട്ട്. അങ്ങനെ നമുക്കൊരു യൂസേജ് പഠിപ്പിക്കാം. അതൊരു വേറൊരു സിറ്റുവേഷനിൽ നമുക്കത് കൂടുതൽ ചെയ്താൽ മതി. കാരണം ഇപ്പോൾ നമ്മളൊരു ആ മേയുടെ ഇത് ഇവിടെ യൂസ് ചെയ്താൽ കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്, എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ കേട്ടോ. ഡു യു നോ യുവർ വെയ്റ്റ് ആൻഡ് ഹൈറ്റ്? ഷാൽ വി മെഷർ ദം? യുവർ ടീച്ചർ വിൽ ഹെൽപ്പ് യു പ്രിപ്പയർ യുവർ ഹെൽത്ത് കാർഡ്. ഇനി നമ്മളോട് ഒരു ഹെൽത്ത് കാർഡ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഹെൽത്ത് കാർഡിൽ നെയിം, ക്ലാസ്, നെയിം ഓഫ് യുവർ സ്കൂൾ, ഏജ്, ഹെൽത്ത്, ഹൈറ്റ്, വെയ്റ്റ് ഇതെല്ലാം ഒന്ന് എഴുതണം. ഇതെല്ലാം നിങ്ങളുടെ സ്കൂളിൻ്റെ രീതിയിൽ നിങ്ങളൊന്ന് എഴുതുക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ള ആക്ടിവിറ്റി
അതും ഒരു കോൺവെർസേഷനാണ്. ദ മദർ എലിഫൻറ്റ് ഹാസ് ഫിക്സ്ഡ് എ സ്പെഷ്യൽ മെനു ഫോർ ദ ഫാമിലി. വാട്ട് ഡസ് ഷീ സേ അബൌട്ട് ദ ഫുഡ്? കംപ്ലീറ്റ് ദെയർ കോൺവെർസേഷൻ. അപ്പം അമ്മ എലിഫൻറ്റ് ഫാമിലിക്ക് വേണ്ടി ഒരു പ്രത്യേക മെനു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് ഈ കോൺവെർസേഷനിൽ കൂടി മനസ്സിലാക്കാം. വാട്ട്സ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്? എന്താണ് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത്? വി ഹാവ് ഷുഗർ കെയിൻ ആൻഡ് കോക്കനട്ട് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഷുഗർ കെയിനും കോക്കനട്ടും, കരിമ്പും തേങ്ങയുമാണ് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത്. വാട്ട് ഈസ് ഫോർ ഈവനിങ് ടീ? എന്താണ് ഈവനിങ് ടീക്കുള്ളത്? വി ഹാവ് ബിറ്റർ ഗാർഡ് ജ്യൂസ് ഫോർ ഈവനിങ്. നമുക്ക് പാവയ്ക്ക ജ്യൂസാണ് ഈവനിങ്ങിനുള്ളത്, അല്ലാതെ ചായ ഒന്നും ഇല്ല. വാട്ട് ഈസ് ഫോർ ഡിന്നർ? അച്ഛൻ ചോദിക്കുകയാണ് വാട്ട് ഈസ് ഫോർ ഡിന്നർ. വി ഹാവ് കുക്കമ്പർ ആൻഡ് കോക്കനട്ട്സ് ഫോർ ഡിന്നർ. ഇപ്പോൾ കുക്കമ്പറും കോക്കനട്ടും തേങ്ങയാണ് നമുക്ക് ഡിന്നറിനുള്ളതെന്ന് അമ്മ പറയുകയാണ്. ആക്ടിവിറ്റി 10. ഒബ്സർവ് ദ പിക്ചേഴ്സ് കെയർഫുള്ളി. ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസസ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. ഇപ്പോൾ 2 പിക്ചർ തന്നിട്ടുണ്ട്, അതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. ദർ ഇസ് എ വാൾ, ദർ ഇസ് എ ക്ലോക്ക് ഓൺ ദ വാൾ, ദർ ഇസ് നോ ക്ലോക്ക് ഓൺ ദ വാൾ. ഒരു പിക്ചറിൽ ക്ലോക്ക് ഉണ്ട്, അടുത്ത പിക്ചറിൽ ക്ലോക്ക് ഇല്ല. ദ ടി വി ഈസ് നോട്ട് സ്വിച്ച്ഡ് ഓൺ, ആദ്യത്തെ പിക്ചറിൽ. രണ്ടാമത്തെ പിക്ചറിൽ ദ ടി വി ഈസ് സ്വിച്ച്ഡ് ഓൺ. ആദ്യത്തെ പിക്ചറിൽ എ ഡോൾ ഈസ് ഓൺ ദ ഫ്ലോർ, ഡോൾ ഈസ് നോട്ട് ഓൺ ദ ഫ്ലോർ. Book has pictures of grapes and banana. The book has pictures of grapes and ആപ്പിൾ ആൻഡ് മാംഗോ എന്നാണ് എഴുതേണ്ടത്. ഞാൻ എഴുതിയതിൽ മിസ്റ്റേക്ക് വന്നതാണ്. ആപ്പിൾ ആൻഡ് മാംഗോ. ദർ ആർ ഫ്ലവേഴ്സ് ഓൺ ദ ട്രീ, ഫ്ലവേഴ്സ് ആർ നോട്ട് ദർ ഓൺ ദ ട്രീ. ഫ്ലവേഴ്സ് ആ ട്രീയിൽ ഇല്ല എന്നുള്ളത്. ആക്ടിവിറ്റി 11. ഡു യു പ്രാക്ടീസ് എക്സസൈസ് എവറി ഡേ? ഹിയർ ആർ സം സിമ്പിൾ എക്സസൈസസ്. പ്രിപ്പയർ ഇൻസ്ട്രക്ഷൻസ് ഫോർ ഈച്ച് എക്സസൈസ്. ഇവിടെ 4 എക്സസൈസസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ എഴുതണം. ആദ്യത്തെ എക്സസൈസ് സ്ട്രെച്ച് യുവർ ആംസ് ആണ്. രണ്ടാമത്തെ എക്സസൈസ് ഇൻഹെയിൽ, stretch the arms upward and arch the body backwards from the waist, relax the neck. അപ്പോൾ ഇത് ഇത്രയൊന്നും എഴുതിയില്ലെങ്കിലും stretch your arm upwards and arch your body എന്ന് വരെ എഴുതിയാലും മതി. ഞാനിത് ഫുള്ളായിട്ട് എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ ആ എക്സസൈസിൻ്റെ പോസ്റ്റർ. Exhale, bend forward and touch the feet, touch the knee with forehead. Last one, bend towards, touch the finger on the toes, raise the head up. അപ്പോൾ ഇതെല്ലാമാണ് നമുക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കാനുള്ളത്. ആക്ടിവിറ്റി 12. 3 പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചർ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ എലിഫൻറ്റ് ഫാമിലി ഈസ് ഇൻ ദ പാർക്ക്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ, ഡിസ്ക്രൈബ് ദ ഇവൻറ്റ്സ്. എലിഫൻറ്റ് ഫാമിലി അവിടെ പാർക്കിലുണ്ട്. നമ്മുടെ അടുത്ത് ആ പിക്ചറിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് അതൊക്കെ നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. The mother elephant and children are in the park. Mother and father is exercising. Luke is playing with a ball. Brown is playing on the bungee jump. Baby elephant is playing on the swing. After some time, the ball Luca was playing stuck on a tree branch. Baby elephant fell down from the swing and did not wake up. Mother elephant came running and worried. She sprayed water on baby elephant. The baby woke up. Father helped Luke to take the ball. They went home happily. അപ്പോൾ ഇത്രയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. യു ക്യാൻ ആഡ് മോർ സെൻറ്റൻസസ്. ഇനിയും വേണമെങ്കിൽ കൂടുതൽ സെൻറ്റൻസ് നമുക്ക് ആഡ് ചെയ്യാം. ഇനി ആക്ടിവിറ്റി 13 കേക്കിന് കളർ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കേക്കിന് കളർ കൊടുക്കുക. ആക്ടിവിറ്റി 14 we won't eat cake. Let's keep it for guests, mother said. The baby elephant felt very sad. He picked the mobile phone and called his grandma. Write the conversation between grandma and the baby elephant. ഇപ്പോൾ ബേബി എലിഫൻറ്റിന് സങ്കടമായി, അമ്മ കേക്ക് ഇപ്പോൾ കഴിക്കാൻ പറ്റില്ല, ഇത് നമ്മൾ അതിഥികൾ വരുമ്പോൾ അതിഥികൾക്ക് കൊടുക്കാനുള്ളതെന്ന് പറയുമ്പോൾ ബേബി എലിഫൻറ്റിന് സങ്കടമായി. ബേബി എലിഫൻറ്റ് വേഗം ഗ്രാൻഡ്മേനെ വിളിക്കുകയാണ്. അപ്പോൾ അവർ തമ്മിലുള്ളൊരു കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ബേബി എലിഫൻറ്റ് വിളിക്കും, ഹലോ ഗ്രാൻഡ്മ. ഗ്രാൻഡ്മ പറയും, ഹായ് മൈ ബേബി, വാട്ട് ഈസ് ദ മാറ്റർ? എന്താണ് കാര്യം? ബേബി എലിഫൻറ്റ് പറയുകയാണ്, ഡിഡ് യു സെൻഡ് എ കേക്ക് ടു അസ്? അമ്മമ്മ ഞങ്ങൾക്കൊരു കേക്ക് സെൻഡ് ചെയ്തോ? യെസ്, ഐ സെൻഡ് എ കേക്ക്, ദാറ്റ്സ് മൈ ഗിഫ്റ്റ് ഫോർ യു ഓൾ. അതെ, ഞാൻ കേക്ക് സെൻഡ് ചെയ്തു, അത് എൻ്റെ ഒരു ഗിഫ്റ്റാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്. ഓ താങ്ക് യു ഗ്രാൻഡ്മ. അപ്പം ഗ്രാൻഡ്മക്ക് താങ്ക് യു പറയാണ്. അപ്പോൾ ഗ്രാൻഡ്മ യു ആർ വെൽക്കം ഡിയർ എന്ന് തിരിച്ചു പറയുന്നു. അതോടെ അത് കഴിഞ്ഞു. ഇനി അടുത്ത ആക്ടിവിറ്റി 15. The baby elephant slowly got down from the bed. Della saw this. Write a conversation between Della and the baby elephant. ബേബി എലിഫൻറ്റ് പയ്യെ ബെഡിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ ഡെല്ല ഇത് കാണും. അപ്പോൾ ഡെല്ലയും ബേബി എലിഫൻറ്റും തമ്മിലുള്ളൊരു കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വെർ ആർ യു ഗോയിങ് ബേബി? ഡെല്ല ചോദിക്കുകയാണ്. ടു ദ കിച്ചൺ. ബേബി പറയും, ഞാൻ അടുക്കളയിലേക്ക് പോവാണ്. ആർ യു ഗോയിങ് ടു ഈറ്റ് ദ കേക്ക്?
അപ്പോൾ നീ കേക്ക് തിന്നാൻ പോവുകയാണോ എന്ന് ചോദിക്കും. യെസ്, ഐ വാണ്ട് ടു ഈറ്റ് ദ കേക്ക്. യെസ്, എനിക്ക് കേക്ക് കഴിക്കണം. ഇനി ആക്ടിവിറ്റി 16. അറ്റ് നൈറ്റ് ദ മദർ എലിഫൻറ്റ് ഓൾസോ വാസ് തിങ്കിങ് അബൌട്ട് ദ കേക്ക്. റൈറ്റ് ഡൗൺ ഹെർ തോട്ട്സ്. അപ്പോൾ അമ്മ എലിഫൻറ്റും ഈ കേക്കിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇനി അമ്മ എലിഫൻറ്റിൻ്റെ തോട്ട്സ് എന്താണെന്ന് നമുക്ക് എഴുതാം. എന്തായിരിക്കും അമ്മ എലിഫൻറ്റിൻ്റെ തോട്ട്? ദാറ്റ് കേക്ക് ലുക്സ് സോ യമ്മി. ആ കേക്ക് നല്ല യമ്മി ആയിട്ടാണ് തോന്നുന്നത്, രുചികരം ആണെന്ന് തോന്നുന്നു. വൺ ബൈറ്റ് വോണ്ട് ഹേർട്ട്. ഒരു കടി കൊണ്ടൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഒരു കുഴപ്പം ഉണ്ടാവില്ല. മേ ബി 2, 1 or 2 പ്രാവശ്യം കഴിച്ചെന്ന് വിചാരിച്ചൊന്നും സംഭവിക്കില്ല. ഇറ്റ് സ്മെൽ സോ ഗുഡ്. നല്ല സ്മെല്ലുണ്ട് അതിന്. ഐ ക്യാൻ എക്സസൈസ് ഹാർഡ് ടുമോറോ. നാളെ എനിക്ക് നന്നായിട്ട് കുറച്ച് സമയം കൂടുതൽ എക്സസൈസ് ചെയ്യാമല്ലോ. ഐ ഹാവ് നോ വൺ വിൽ സീ മീ. ആരും എന്നെ കാണില്ലെന്ന് വിചാരിച്ചിട്ടാണ് അമ്മ അടുക്കളയിലേക്ക് പോകുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 17 ആണ്. ഹിയർ ആർ സം ഡയലോഗ്സ് ഫ്രം ദ സ്റ്റോറി. ഹൂ സെഡ് ദിസ്. ഇത് ആരൊക്കെയാണ് പറഞ്ഞതെന്നാണ് നമ്മൾ എഴുതേണ്ടത്. റൈറ്റ് ദ നെയിം ഓഫ് ദ ക്യാരക്ടർ ബിലോ ഈച്ച് ഡയലോഗ്. ഓരോ ഡയലോഗും പറഞ്ഞ ആളുടെ പേരാണ് നമ്മൾ എഴുതേണ്ടത്. ഹൂ നീഡ്സ് ടു ഈറ്റ് ലെസ് ആൻഡ് വർക്ക് മോർ. വി നീഡ് ടു ഈറ്റ് ലെസ് ആൻഡ് വർക്ക് മോർ. നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യണം, കുറച്ച് ഭക്ഷണം കഴിക്കണം. അത് പറഞ്ഞത് ആരാണ്? മദർ എലിഫൻ്റ് ആണ് പറഞ്ഞത്. കേക്ക് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. അങ്ങനെ പറഞ്ഞ ആരാണ്? ബേബി എലിഫൻ്റ് ആണ് ലാസ്റ്റ് ഭാഗത്ത് പറഞ്ഞത് അല്ലേ. മോം ക്യാൻ വി വാച്ച് ടെലിവിഷൻ. അമ്മ ഞങ്ങൾക്ക് TV കാണാൻ പറ്റുമോ? അത് ചോദിച്ചത് ബ്രൗൺ ആണ്. ഇറ്റ്സ് എ സ്പഞ്ച് കേക്ക്. അതൊരു സ്പഞ്ച് കേക്കാണെന്ന് പറഞ്ഞത് ലൂക്കാണ്. ദ ഫ്ലവർ ഓൺ ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ഷുഗർ. അതിലെ ഫ്ലവർ പൂക്കൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഷുഗർ കൊണ്ടാണ്, പഞ്ചസാര കൊണ്ടാണ്. അപ്പം അത്രയും അത് പറഞ്ഞിരിക്കുന്നത് ഡെല്ലയാണ്. അപ്പോൾ ഇതോടെ വീഡിയോ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.